രാത്രി 12 മണി കഴിഞ്ഞാൽ ഹോസ്റ്റൽക്കാരെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാലേ നല്ല വിശപ്പായിരിക്കും. അതേ അവസ്ഥയായിരുന്നു ഇന്ന്. എനിക്ക് ഫുഡ് വാങ്ങിക്കാനും പറ്റത്തില്ല, എന്നാൽ കയ്യിലെ സ്നാക്സ് എനിക്ക് വേണ്ടതാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, മാഗി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് എന്നും ഉണ്ടാക്കാതെ വേറൊരു സ്റ്റൈൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് വേറെ ടൈപ്പ് മാഗിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ കെറ്റിലെടുത്ത് വെച്ച് എണ്ണ ഒഴിച്ചു, എണ്ണയിലേക്ക് ഇതാ മാഗി മസാല ഇട്ട് കൊടുത്തിട്ടോ. അപ്പോൾ ജസ്റ്റ് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് അതിൻ്റെ പച്ച കുത്തൊക്കെ മാറുന്നവരെ മൂപ്പിച്ചെടുത്തോട്ടോ. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളത്തിലേക്ക് കുറച്ച് സവോളയും കുരുവിനാന്ന് അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പോടി ഇട്ടിട്ട് 2 മാഗിയും കൂടെ പൊട്ടിച്ചിട്ട് കൊടുത്തോട്ടോ. നല്ല വെള്ളം ചൂടായി വന്നപ്പോഴേക്കും ഇന്ന് എനിക്ക് എൻ്റെ എല്ലാ വീഡിയോസിലും ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഗീവ് അവേ തരുമോ, ഗീവ് അവേ വെക്കാവോ എന്ന് ചോദിച്ചിട്ട്. സത്യം പറഞ്ഞാൽ അത് വെക്കണം എന്നുള്ള ആഗ്രഹവും കാര്യങ്ങളുണ്ട്. പക്ഷേ എനിക്ക് 500 സബ്സ്ക്രൈബേഴ്സ് പോലും ആയിട്ടില്ല. ഇൻഷാ അല്ലാഹ് 1000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഗീവ് അവേയും അതുപോലെ തന്നെ എല്ലാ യൂട്യൂബേഴ്സും ചെയ്യുന്ന പോലെയൊക്കെ നമുക്ക് ചെയ്യാട്ടോ. എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ ആഗ്രഹം നേടണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എനിക്ക് എന്തായാലും വേണം. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ എല്ലാ വീഡിയോയ്ക്കും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അങ്ങനെ ഇതാ കുറച്ച് മുട്ടയും കൂടി ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അതും കൂടെ ഞാൻ ചിക്കി എടുത്തു. അപ്പോൾ നൂഡിൽസും സെറ്റായി, കുറച്ച് മുട്ട ചിക്കി ഇതുകൂടെ സെറ്റായിട്ടോ. ഇനി ഇത് ചൂടോടെ കഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉറങ്ങിയാൽ ഇന്നത്തേക്കുള്ളൊരു ആശ്വാസമാവേ.